കാൽപ്പാട് എന്ന ഈ കഥ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഒരു സാഹിത്യകാരൻ്റെ മുറിയിൽ കയറിച്ചെന്ന് അയാളോട് പറഞ്ഞതാണ്. ആ കഥ കേട്ടപ്പോൾ സാഹിത്യകാരൻ സ്തബ്ധനായി കുറേ നേരം ഇരുന്നുപോയി എന്നാണ് എന്നോട് ആ സാഹിത്യകാരൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ആ പഴയ കഥ ഓർക്കാൻ ഒരു കാരണമുണ്ട്. അത് പിന്നീട് പറഞ്ഞോളാം. ആ സാഹിത്യകാരനെ പോലെ ആരും ആവശ്യപ്പെട്ടിട്ടല്ല ആ രാഷ്ട്രീയ പ്രവർത്തകനായത്. ആന്തരികമായ ഒരു തള്ളൽ, അങ്ങനെ പറയാമോ എന്തോ, അതുകൊണ്ടായിരിക്കാം. തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതം അസുന്ദരമാണ്, വൃത്തികേട് നിറഞ്ഞതാണ്, അടിമത്തപൂർണമാണ്. അതുകൊണ്ട് സുന്ദരവും ആരോഗ്യപരവും സ്വതന്ത്രവുമായ ഇങ്ങനെയുള്ള ഒരു കാര്യപരിപാടി ആ രാഷ്ട്രീയ പ്രവർത്തകൻ മനസ്സിൽ കണ്ടു. അദ്ദേഹത്തിന് വലിയ പരീക്ഷാ യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ജനിച്ചത് വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ്. 18ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പലപ്പോഴായി 9 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. നന്നായി പ്രസംഗിക്കും, വലിയ വായനക്കാരൻ, നല്ല ബുദ്ധിയുമുണ്ട്. അദ്ദേഹം ഒടുവിൽ ആ വിപ്ലവകരമായ കാര്യപരിപാടിയോടുകൂടിയ വിപുലമായ രാഷ്ട്രീയ സംഘടനയുടെ പ്രസിഡൻ്റായി തീർന്നു. ആ കാലത്തിനൊക്കെ മുമ്പേ തന്നെ ആ രാഷ്ട്രീയ പ്രവർത്തകനെ ആ സാഹിത്യകാരൻ അറിയും. ഒരുമിച്ചവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവർ തമ്മിൽ പല വ്യത്യാസങ്ങളും ഉള്ളതിൽ പ്രധാനപ്പെട്ടത് വിനോദമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തകൻ വിനോദപ്രിയനല്ലെങ്കിലും ആ സാഹിത്യകാരനോട് ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. ആ സാഹിത്യകാരൻ ആ രാഷ്ട്രീയ പ്രവർത്തനോട് പറയും അദ്ദേഹത്തിൻ്റെ നിറത്തെയും പറ്റിയും മറ്റുമാണ്. മാത്രം നേതാവേ, ആ സാഹിത്യകാരൻ പറയും, താങ്കളുടെ കണ്ണുകളുടെ വെള്ളയും പല്ലുകളും മാത്രമേ വെളുത്തതായിട്ടുള്ളൂ. നഖങ്ങളോ? അത് ശരി, നഖങ്ങളുമുണ്ട്. എന്നാലും താങ്കൾ ഇത്ര കറമ്പനായി തീരാൻ എന്താ കാരണം? ധിക്കാരി, എൻ്റെ നിറത്തെപ്പറ്റി പറഞ്ഞ് എന്നെ ക്ഷോഭിപ്പിക്കാൻ സാധ്യമല്ല. പോലീസുകാർ അദ്ദേഹത്തിൻ്റെ നിറവും കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർക്ക് ചീത്ത പറയുന്നതിനോ മർദ്ദിക്കുന്നതിനോ പ്രത്യേക കാരണമൊന്നും വേണ്ട. ആ കാലത്ത് വെളുത്ത വർഗമാണ് നാട് ഭരിച്ചിരുന്നത്. അവരുടെ അടിമകളായി തവിട്ടു നിറത്തിലുള്ള രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ആ രാജാക്കന്മാരുടെ അടിമകളായിരുന്നു ബഹുജനങ്ങൾ. അങ്ങനെയുള്ള ബഹുജനങ്ങളിൽ ഒരുവൻ, വിശേഷിച്ചൊരു കറുമ്പൻ, രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ? ബഹുജനങ്ങളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായി. എങ്കിലും ആ രാഷ്ട്രീയ സംഘടന വളർന്നു വന്നു. അനേക പരുക്കുകളേറ്റിട്ടും വളർന്നു വന്നു. അങ്ങനെ വളർന്നു വരുന്ന കാലത്ത് ഒരു രാത്രി ഏതാണ്ട് 10 മണിയായി കാണും. സാഹിത്യകാരൻ ഒരു യുവതിക്ക് ഒരു എഴുത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാതിലുമൊക്കെ അടച്ചാണ്. അപ്പോൾ വെളിയിൽ നിന്നൊരു ശബ്ദം, ധിക്കാരി അകത്തുണ്ടോ? സാഹിത്യകാരന് ആൾ മനസ്സിലായി. അയാൾ പറഞ്ഞു, ഇല്ല, അത്യാവശ്യമായി ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. എന്താ വേണ്ടത്? ധിക്കാരി, അദ്ദേഹം പറഞ്ഞു, വാതിൽ തുറക്ക്. സാഹിത്യകാരൻ പറഞ്ഞു, മനസ്സില്ല. അദ്ദേഹം വെളിയിലെ ഇരുട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ 2.5 മൈൽ നടന്നു വരികയാണ്. വഴിക്ക് വേറെ എങ്ങും സ്ഥലമില്ലാഞ്ഞിട്ടാണോ? വാതിൽ തുറക്കൂ. സാഹിത്യകാരൻ പറഞ്ഞു, എൻ്റെ മുറി രാഷ്ട്രീയ ഭിക്ഷുക്കൾക്കുള്ള ധർമ്മസത്രമല്ല. ഞാൻ വാതിൽ ചവിട്ടിപ്പൊളിക്കും. നേതാവേ, ഞാനാണ് ഇതിന് വാടക കൊടുക്കുന്നത്. സാരമില്ല, എന്നാലും വാതിൽ തുറക്കൂ. ഞാൻ നിങ്ങളുടെ ചേരിയിലല്ല. പിന്നെ ഒരു പെണ്ണിൻ്റെ, അവളുടെ കണ്ണുകൾക്ക് കായാമ്പൂവിൻ്റെ നിറമില്ല, അവളുടെ മുടിക്ക് പാതിരാപ്പൂവിൻ്റെ സുഗന്ധമില്ല. എന്നാലും ഞാൻ അവളുടെ ചേരിയിലാണ്. വെളിയിൽ നിന്നൊരു ചിരി. മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യുക? എനിക്ക് ഭ്രാന്തില്ല. എന്നാൽ വാതിൽ തുറക്കൂ. തുറക്കാം. ഒരു കാര്യം ചെയ്യാമോ? എന്താണ്? നിങ്ങളുടെ സഖാക്കളായ രാഷ്ട്രീയ പ്രവർത്തകന്മാർ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ഇവിടെ കയറി വന്ന് എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അതൊന്ന് തടയാമോ? സാധ്യമല്ല. ഓ, വാതിൽ തുറക്കൂ. തുറക്കാം. നിങ്ങളൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് എനിക്ക് എന്ത് സഹായം ചെയ്യും? ഒരു പോലീസ് കോൺസ്റ്റബിൾ ആക്കാം. വേണ്ട. പോലീസ് ഇൻസ്പെക്ടർ? വേണ്ട. കമ്മീഷണർ? വേണ്ട. സ്വതന്ത്ര സേനയുടെ കമാൻഡർ ഇൻ ചീഫ്? അതും വേണ്ട. പിന്നെ എന്നെ ഒരു ഇസ്പേഡ് രാജാവാക്കിയാൽ മതി. സാധ്യമല്ല, നമ്മുടെ പ്രോഗ്രാമിൽ രാജാക്കന്മാരില്ല. എന്നാലും ഒരു ചരിത്ര വസ്തു എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരു രാജാവാക്കണം. എനിക്ക് പ്രജകളൊന്നും വേണ്ട. സത്യമായും ഞാൻ പറയുന്നു, അപ്പോഴും ഞാൻ കഥ എഴുതിക്കൊള്ളാം. കാര്യപരിപാടി ഇതാണ്. നമ്മുടെ ആ കായലിൽ ഒരു ചെറിയ തുരുത്തില്ലേ, അതിൽ ഒരു ചെറിയ വീട് വെച്ച് തരണം. ആ തുരുത്തിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടാവണം. അതിലൊരു ആമ്പൽ പൊയ്കയും ഒരു പൂന്തോട്ടവും വേണം. പിന്നെ ആ തുരുത്തും വീടുമെല്ലാം വാടക കൂടാതെ എനിക്ക് തരണം.
അവിടെ റേഡിയോ വേണം, ടെലിവിഷൻ വേണം, എനിക്ക് പിന്നെ ഒരു ചെറിയ തീ ബോട്ടും വേണം. സമ്മതിച്ചു, വാതിൽ തുറക്ക്. ആ സാഹിത്യകാരൻ വാതിൽ തുറന്നു. ആ രാഷ്ട്രീയ നേതാവ് അകത്ത് കടന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വേഷം. ഷർട്ടില്ല, മുണ്ടില്ല, ഒരു കീറത്തോർത്താണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ആ സാഹിത്യകാരൻ്റെ ചാരുകസേരയിലിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി അദ്ദേഹം പറഞ്ഞു, നല്ല ദാഹമുണ്ട്, നല്ല വിശപ്പുമുണ്ട്. സാഹിത്യകാരൻ പറഞ്ഞു, ദാഹിച്ചാൽ ഉണ്ണണം, വിശന്നാൽ എന്താ ചെയ്യുക? അദ്ദേഹം അത് കേൾക്കാത്ത മട്ടിൽ പറഞ്ഞു, ഒരു ഷർട്ടും വേണം, ഒരു മുണ്ടും വേണം. സാഹിത്യകാരൻ തൻ്റെ പെട്ടി തുറന്ന് ഒരു പുതിയ ഷർട്ടും ഒരു പുതിയ മുണ്ടും എടുത്തു കൊടുത്തു. നിങ്ങളെപ്പോലുള്ള കറുത്തവർ മുഖത്തിടുന്ന കറുത്ത പൗഡർ വേണമെങ്കിൽ? എനിക്കും വിശപ്പും ദാഹവുമുണ്ട്, അദ്ദേഹം പറഞ്ഞു. ലേശം പാരവശത്തോടെയാണ് പറഞ്ഞത്, വളരെ നാളായി ഒന്നും കഴിച്ചിട്ടില്ലാത്ത മാതിരി. ആയതിനാൽ സാഹിത്യകാരൻ ഇറങ്ങിപ്പോയി ഹോട്ടലിൽ നിന്ന് ഒരു പകർച്ച വാങ്ങിക്കൊണ്ടുവന്നു. ഊണുമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു ബീഡിയുമൊക്കെ വലിച്ച് അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റിക്കഴിഞ്ഞാലുള്ള ആദ്യത്തെ പ്രോഗ്രാം എന്താണെന്നറിയാമോ? അറിയാം, ആ സാഹിത്യകാരൻ പറഞ്ഞു. എനിക്കായി ആ തുരുത്ത് ശരിപ്പെടുത്തുക. തേങ്ങാക്കുലയാണ്, എന്നാൽ കേട്ടോളൂ, സാഹിത്യകാരന്മാരെ ഒന്നടങ്കം വധിക്കുക. പിന്നെ അദ്ദേഹം ചോദിച്ചു, സാഹിത്യകാരരും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിൽ എന്താ വ്യത്യാസം? സാഹിത്യകാരൻ പറഞ്ഞു, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നാലും എന്താണ്? രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ബുദ്ധിയില്ല, സാഹിത്യകാരന്മാർക്ക് ബുദ്ധിയുണ്ട്. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാഹിത്യകാരന്മാർ അലസന്മാരാണ്, തനി കള്ളന്മാരാണ്. സാഹിത്യകാരൻ പറഞ്ഞു, എണീറ്റ് എൻ്റെ മുന്നിൽ നമസ്കരിക്കൂ, പാദങ്ങൾ തൊട്ട് ശിരസിൽ വയ്ക്കൂ. ഞങ്ങൾ സാഹിത്യകാരന്മാർ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറ്റും. ഞങ്ങൾ അത്രയ്ക്ക് നല്ലവരാണ്. ഞങ്ങളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വർഗം. ഞാൻ വന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു സ്ത്രീക്ക് എന്ന് വച്ചാൽ ഒരു ചെറുപ്പക്കാരിക്ക് എഴുത്തെഴുതുകയായിരുന്നു. അവളൊരു കോളേജ് കുമാരിയാണ്. ആ കോളേജ് കുമാരിക്ക് എന്താ വേണ്ടത്? അവൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അറിയാം, അവളൊരു സൂത്രക്കാരിയാണ്. സൂത്രക്കാരികളെ സൂക്ഷിക്കണം, അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു. ഞാൻ ഇക്കുറി സബ് ജയിലിൽ കിടന്നപ്പോൾ ഒരബദ്ധത്തിൽ കുടുങ്ങി. എന്തബദ്ധം? പ്രേമം ഒരബദ്ധമാണോ? ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പോരെങ്കിൽ അനിശ്ചിതമായ ഈ ഘട്ടത്തിൽ ഏതായാലും ഞാൻ അതിൽ കുടുങ്ങി. അധികം താമസിയാതെ അവളെ വിവാഹം ചെയ്യണം. ഒരു കുഴപ്പമുള്ളത്, അവൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്. സുന്ദരിയാണോ? പരമസുന്ദരി. അത്ഭുതമായിരിക്കുന്നു. നിങ്ങളെപ്പോലൊരു കറമ്പനെ. പോട്ടെ, അതങ്ങനെ സംഭവിച്ചു. അവൾ എൻ്റെ ഒരു ആരാധകയാണ്. ആരാധകയോ? അത്ഭുതം. കറമ്പനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ആരാധകയോ? അതെ. എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നെ എത്ര സ്ത്രീകൾ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അതെ, എൻ്റെ പ്രസംഗം കേട്ടിട്ട് എത്ര സ്ത്രീകൾ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? വളരെ പേർ കഴുത്തിലെയും കയ്യിലെയും ഒക്കെ ആഭരണങ്ങൾ ഊരി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ പരമസുന്ദരി എന്ത് തന്നു? അവൾ എൻ്റെ ഒരു ബന്ധുവാണെന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നു. സബ് ജയിലിൻ്റെ അടുത്തായതുകൊണ്ട് ദിവസവും നല്ല ആഹാരം പാകം ചെയ്ത് അവൾ തന്നെ കൊണ്ടുവന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അതിൽ പെട്ടുപോയി. നിങ്ങളുടെ ഈ ചെറുപ്പക്കാരി എന്ത് സൂത്രമാണ് കാണിച്ചത്? സാഹിത്യകാരൻ പറഞ്ഞു. ഞാനൊരു പാവമാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണ്. അതെ, കഴിഞ്ഞ വെള്ളിയാഴ്ച അവൾ എൻ്റെ കയ്യിൽ ഒരു കവർ തന്നിട്ട് പറഞ്ഞു, ഒരു ചെറുകഥയാണ്, വായിച്ചു നോക്കി ഒന്ന് തിരുത്തിയാൽ കൊള്ളാം. ഞാനിവിടെ വന്ന് കവർ പൊളിച്ചു നോക്കി, മറ്റൊന്നുമില്ല, 10 രൂപയുടെ 5 നോട്ടുകൾ മാത്രം. ഇതാണോ അവളുടെ ചെറുകഥ? 50 രൂപ. അതെ, അതിലിനി എന്ത് ബാക്കിയുണ്ട്? അതിലിന്ന് ഈ മുറിയുടെ 2 മാസത്തെ കുടിശ്ശിക വാടക കൊടുത്തു, ഹോട്ടലിലും കുറച്ച് കൊടുത്തു, ഒരു പുതിയ ഷർട്ടും മുണ്ടും വാങ്ങി. അതാണ് നേതാവ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. ബാക്കി ഇനി ഒരു 6.5 രൂപ കാണും. അതിൽ 2 രൂപ എനിക്ക് വേണം. സാഹിത്യകാരൻ 2 രൂപ കൊടുത്തു. ആ രാഷ്ട്രീയ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ധാരാളം ആരാധകരില്ലേ? വളരെ. അവരിൽ ആരെങ്കിലും നിങ്ങളെ കാണാമെന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ ആദ്യം അവരുടെ കീശ തപ്പി നോക്കും. ഒന്നുമില്ലെങ്കിൽ എന്നെ കാണണ്ട, പോയിക്കോളാൻ പറയും. എനിക്കും ധാരാളം ആരാധകന്മാരുണ്ട്. ഞാനൊരു കഥ പറയാം, എങ്ങനെ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. ചുമ്മാ അങ്ങ് തുടങ്ങൂ. പണ്ടൊരു കാലത്ത്, അതെ, രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞു തുടങ്ങി, വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് എന്നെപ്പോലെ കറമ്പനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ടായിരുന്നു. 18ാമത്തെ വയസ്സ് മുതൽ അയാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പോലീസിൻ്റെ വളരെ തല്ലുകൊണ്ടു. അനേകം പട്ടിണി കിടന്നു. തൊഴിലാളികളുടെയും കർഷകൻ്റെയും ബുദ്ധിജീവികളുടെയും എന്നുവേണ്ട ജനങ്ങളുടെ സുഖത്തിനും സമാധാനത്തിനുമായി രാപ്പകൽ അധ്വാനിക്കുന്ന ഏറ്റവും പുരോഗമനപരമായ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രസിഡൻ്റാണ് ആ മഹാൻ. അദ്ദേഹത്തിൻ്റെ വസതി
ആ രാഷ്ട്രീയ സംഘടനയുടെ ഓഫീസ് മുറിയാണ്. അത് രാഷ്ട്രീയ ഭിക്ഷുക്കളുടെ എന്നല്ല, ആരുടെയും ഒരു ധർമ്മസത്രമാണ്. അതിൽ അയാൾ ആരോടും പരാതിപ്പെട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി വേല ചെയ്യുന്നവരുടെ അടുത്ത് ജനങ്ങൾ വരുന്നു. രാവും പകലുമെന്നില്ലാതെ ജനങ്ങൾ വരുന്നു. അതിലെന്താണ് തെറ്റ്? അങ്ങനെ അയാൾ ജീവിച്ചു വരികയാണ് ഒരു രാത്രി. അന്ന് അയാളുടെ അടുത്ത് ഒരു ആരാധകൻ വന്നു. സമയം ഏതാണ്ട് പാതിരയായി കാണും. മുൻവശത്തെ വരാന്തയിൽ വിളക്കുണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ, നമ്മുടെ കറമ്പൻ നേതാവ്, തനിക്കുള്ള ഒരു ഷർട്ടും ഒരേ മുണ്ടും സോപ്പിട്ട് വെളുപ്പിച്ച് വരാന്തയിലുള്ള അയയിൽ തോരക്കിടുകയായിരുന്നു. വഴി നടന്ന് ക്ഷീണിച്ചു വന്ന ആരാധകനോട് അദ്ദേഹം അധികം വർത്തമാനങ്ങൾ ഒന്നും പറഞ്ഞില്ല. ആരാധകൻ അടുത്തുള്ള പട്ടണത്തിൽ ജോലി അന്വേഷിച്ച് പോവുകയാണ്. ആരാധകന് വരാന്തയിൽ പായും തലയണയും ഇട്ടുകൊടുത്തു. എന്നിട്ട് കാലത്തെ കാണാമെന്നും പറഞ്ഞ് രാഷ്ട്രീയ നേതാവ് മുറിയിൽ കയറി വാതിലടച്ചു. 2-3 വർത്തമാന കടലാസുകൾ നിലത്ത് വിരിച്ച് അയാൾ അതിൽ കിടന്നു. എന്തുകൊണ്ടെന്നാൽ വേറെ പായും തലയണയും ഇല്ലായിരുന്നു. ലോകത്തിൽ അങ്ങനെ വളരെ ആളുകൾ വെറും നിലത്ത് കിടക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നേതാവ് വിചാരിച്ചു. ആ വിധത്തിൽ അങ്ങ് ഉറങ്ങുകയും ചെയ്തു. രാഷ്ട്രീയ നേതാവ് ഉണർന്നപ്പോൾ പകൽ 8 മണിയായിരുന്നു. വാതിൽ തുറന്നു നോക്കി. ആരാധകൻ പോയിരിക്കുന്നു. യാത്ര പോലും ചോദിക്കാതെ പോയതിൽ രാഷ്ട്രീയ നേതാവിന് ഒന്നും തോന്നിയില്ല. പലരും അപ്രകാരം ചെയ്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ നേതാവ് തന്നെ പല വീട്ടിലും കിടന്നിട്ട് യാത്ര ചോദിക്കാതെ പോന്നിട്ടുണ്ട്. ഒരു വിശേഷം കണ്ടത് കിടന്ന പായ് തെറുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒത്ത നടുക്ക് ആ പായുടെ ഹൃദയത്തിലെന്നോണം ചെമ്മണ്ണിൻ്റെ ഒരു കാൽപ്പാട്. മുമ്പെങ്ങും അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും അതൊരു വിശേഷമായി രാഷ്ട്രീയ നേതാവ് കണക്കാക്കിയില്ല. അയാൾ പോയി കുളിയൊക്കെ കഴിച്ചു വന്ന് അയയിൽ ഷർട്ടും മുണ്ടും നോക്കുമ്പോൾ സാഹിത്യകാരൻ പരിഭ്രമത്തോടെ ചോദിച്ചു. രാഷ്ട്രീയ നേതാവ് ഉണങ്ങിയ മട്ടിൽ പറഞ്ഞു, നോക്കുമ്പോൾ അലക്കിയിട്ടിരുന്ന ഷർട്ടും മുണ്ടും അത് രണ്ടുമില്ല. ഇത് ഇന്നലെ പകൽ സംഭവിച്ചതാണോ? അതെ. അവർ വളരെ നേരം നിശബ്ദരായിരുന്നു. ഒടുവിൽ അദ്ദേഹം പോയി. അതിനുശേഷം വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അതിനിടയിൽ ആ പരമസുന്ദരിയെ അദ്ദേഹം വിവാഹം ചെയ്തു. എന്നോട് ഈ കഥ പറഞ്ഞ സാഹിത്യകാരന് അദ്ദേഹത്തിൻ്റെ ആരാധകയെ വിവാഹം ചെയ്യാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. ആ കറമ്പനായ രാഷ്ട്രീയ പ്രവർത്തകനെപ്പറ്റി ഞാനിപ്പോൾ ഓർക്കാനുണ്ടായ കാരണം എന്താണെന്നോ? പഴയ പോലീസുകാർ പുതിയ ഗവൺമെൻറ്റിനു വേണ്ടി തല്ലിക്കൊന്നതോ എന്തോ പാമ്പ് കടിയേറ്റതാണെന്നും പറയുന്നു. അദ്ദേഹം മിനിയാന്ന് രാത്രി മരിച്ചു പോയതായി ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചപ്പോൾ എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. ആ ചെമ്മണ്ണിൻ്റെ കാൽപ്പാട്. ഇന്ദ്രർഷഭാദ്രവിണേനോ ദധാതു